ഹലോ ഗൈസ്, ഡേവിഡ് ഗെയിമിംഗ് സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് മലേഷ്യയിൽ ഡേ 2 ആണ്. പറഞ്ഞു ഡേ. അപ്പോൾ ഇത് മലേഷ്യയിൽ ഡേ 2 ആണ്. ഡേ 1 ഇന്നലെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ എന്തായാലും ഓടിപ്പോയി ആ വീഡിയോ കാണുക. അപ്പോൾ ഇത് ഡേ 1 ആണ്. ഇന്ന് എന്തായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മുടെ കറക്കം തുടങ്ങുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ തന്നെ ഉണ്ട്. അപ്പോൾ നേരെ പോയി ഇങ്ങോട്ട് എടുത്ത് കഴിച്ചാൽ മതി. പിന്നെ വൈബ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഞാൻ കേട്ടത്. സാധാ ബൊഫ പോലെയല്ല, ഇപ്രാവശ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് സീനാണെന്നാണ് കേട്ടത്. ഈ ഹോട്ടലിലത്തെ സൂപ്പറാണെന്നാണ് കേട്ടത്. എനിക്കറിയില്ല, അടുത്തത് സൂപ്പർ ആയിരിക്കാം, അങ്ങനെയല്ലേ കേട്ടത്. അപ്പോൾ ആയിരിക്കാം. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ കറങ്ങാൻ മുമ്പില്ലേ നമ്മുടെ ഗൈഡ് നമുക്ക് പൈസ തരും ഗൈസ്. വലിയവർക്ക് 20 ആർമും പിള്ളേർക്ക് 2 ആർമും തരും. 2 ആർമെന്ന് വെച്ചാൽ 22 × 2, അപ്പോൾ ഒരു 44 രൂപ ഉണ്ടാവും 2 ആർമെന്ന് വെച്ച് കഴിഞ്ഞാൽ. 20 ആർമെന്ന് വെച്ച് കഴിഞ്ഞാൽ 22 × 20. അപ്പോൾ അത് ചെയ്താൽ മതി. എനിക്കിപ്പോൾ ചെയ്യാൻ എന്തായാലും സമയമില്ല. അപ്പോൾ അത്രയും പൈസ കിട്ടും വലിയവർക്ക്. പിള്ളേർക്ക് 2 ആർമേ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. തായ്ലാൻഡിൽ എല്ലാ ബുഫയും സെയിം ക്വാളിറ്റിയിലും ഇതിലൊക്കെ തന്നെയായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, എല്ലാം ഈക്വലായിരുന്നു. പക്ഷേ മലേഷ്യയിൽ ഈ ബൊഫെ, ഹോട്ടലിലത്തെ ബൊഫയാണ് ഏറ്റവും നല്ലത്. ഇത് മലേഷ്യ തായ്ലാൻഡിലത്തെ ബൊഫേനെക്കാട്ടി കൂടുതലുണ്ട് ഗൈസ്. ഇവിടെ തൊട്ടാട്ടോ ഇതെന്തോ ഫ്രൈഡ് റൈസ്, ഇതെന്തൊട്ടാണ് അതോ പായസം. പിന്നെ ഇപ്പുറത്താണെങ്കിൽ വെജ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിടത്താണെങ്കിൽ മസാല ദോശ വന്നിട്ടില്ല. അപ്പുറത്ത് വേറെന്തോ വെജ് കറി ഉണ്ട്. പിന്നെ വെജ് ദാലി എന്ന് പറഞ്ഞതുണ്ട്. പിന്നെ ഫുള്ള് ഇങ്ങോട്ടാട്ടോ ഗൈസ്. പിന്നെ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. ഇത് വെള്ളം, ഇത് 3 ടൈപ്പ് ജ്യൂസ്, തണുത്ത വെള്ളം, ഇത് പാല്, ചോക്കോസ്, ഫ്ലെക്സ്. പിന്നെ ഈ സാധനത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ വലിയ ഓറഞ്ച്, ഗ്രീൻ ആപ്പിൾ, റെഡ് ആപ്പിൾ, ലെച്ചീസ്, പിന്നെ എന്തൊക്കെയോ കുറേ പൊടികൾ, പിന്നെ കുക്കുംബർ, ലെച്ചീസിൻ്റെ കൂട്ട് വേറെ സാധനം, ക്യാരറ്റ്. ഈ റാക്ക് ഫുള്ളി കേട്ടോ, ഈ റാക്ക് ഫുള്ളി തന്നെയാണ്. എന്തുട്ടാന്നും കൂടി അറിയില്ല കൈസ്. ഇവിടെ കുറേ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, ഇതൊക്കെ ഉപയോഗിക്കാനാണ്. പിന്നെ നേരെ ഇപ്പുറത്താ ഇവിടെ അവിടെ ഭയങ്കര തിരക്കാണ്. പിന്നെ നേരെ ഇപ്പുറത്താ ഇതൊന്നും കിട്ടുമെന്ന് അറിയില്ല. ഇവിടെ നിന്നിട്ട് ഇങ്ങനത്തെ സാധനമുണ്ട്. ഇവിടെ നൂഡിൽസ് ഉണ്ട്, പിന്നെ കുമ്പറുണ്ട്, കടല കേട്ടോ ഗൈസ്, കടലുണ്ട്. ഇതൊന്നും കിട്ടുമെന്ന് അറിയില്ല. പിന്നെ മുട്ട നന്നായി പുഴുങ്ങിയതുണ്ട്, മുട്ട ഇങ്ങനെ ആക്കിയതുണ്ട്. മീനി പൂണയാ എന്നിട്ട് സാധനം. ഇത് മറ്റേ ഇതാന്ന് തോന്നുന്നു ഗൈസ്. എന്തായിരുന്നു ഇതിൻ്റെ പേര്? മറ്റേ മോമൂസില്ലേ, അതാന്ന് തോന്നുന്നു. മിനി പാവ് എന്തൊക്കെയോ വീഴണമൊന്നും മനസ്സിലാവില്ല. പിന്നെ ഇവിടെ എന്തോ കറി, പൊട്ടറ്റോ ഫ്രൈ ഉണ്ട്. അപ്പോൾ ഇത്ര ഐസ്ക്രീം കൗണ്ടർ, ഐസ്ക്രീമൊക്കെ ഉണ്ട്. ഇത് മറ്റേ സാധനം കഴിച്ചു. ഇതിൻ്റെ അടിയിൽ ഐസ്ക്രീം ഉണ്ട്. തുണി കൊണ്ട് വിരിച്ചിട്ടേക്ക് കണ്ടാ, തുണിയും കൊണ്ട് വിരിച്ചിട്ടേക്ക് കള്ളന്മാരി പറ്റിച്ചേക്ക്. ഇതിൻ്റെ ഉള്ള ഐസ്ക്രീം ഉണ്ട്. പിന്നെ ഇപ്പുറത്തേക്കാണ്ട്, ഇപ്പുറത്തെ തൊട്ട് ബോട്ട് സ്റ്റേഷൻ. ഇവിടെ എന്തുണ്ട്, ഇവിടെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. സോയാ സോസ് ഉണ്ട്. പിന്നെ എന്തോ സോസ് ഓയിലുണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും സാധനം ഈ സാധനമില്ലേ, ഇതെന്തുട്ടാന്ന് എനിക്കറിയില്ല കേട്ടോ. നൂൽപുട്ടെന്നാണ് തോന്നണം കേട്ടോ. അപ്പം ഇത്ര സാധനങ്ങളുണ്ട്. ബൊഫയ്ക്ക് നിങ്ങൾ 10ൽ എത്ര റേറ്റ് എന്ന് പറയണ്ട. ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയ ബൊഫ കാണണം. തായ്ലാൻഡ് പോലും ഉണ്ടായിരുന്നില്ല ഇത്ര വലിയ ബൊഫ. നിങ്ങളിതിൽ 10ൽ എത്ര റേറ്റ് എന്ന് പറയണേ. ഞാൻ ഇതിൻ്റെ പിൻഭാഗം കാട്ടാൻ മറന്നുപോയി. പിൻഭാഗത്ത് ഇവിടെ എന്തോ ടൈപ്പ് ബ്രെഡ്, ഇത് തേക്കാത്ത ബ്രെഡാണ്.
പക്ഷെ ഇതെന്തോ തേച്ചതാ, എന്തോ തേച്ച ബ്രെഡ്. ഇത് പിന്നെ കപ്പ് കേക്ക്, എന്തോ ടൈപ്പ് കപ്പ് കേക്ക്, പിന്നെ ഗ്രീൻ കപ്പ് കേക്ക്, പിന്നെ ഇവിടെ എന്തോ ഓറഞ്ചിൻ്റെ എന്തോ മിഠായി പോലത്തെ. ഇത് ജാമാണ്, സ്ട്രോബെറി ജാം. ഇത് പിന്നെ ബട്ടർ. സ്ട്രോബെറിയുടെ എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ആറ്റം ബോംബിൻ്റെ സൈസുള്ള ബ്രെഡ്, ഇങ്ങനത്തെ ബ്രെഡ് ഉണ്ട്, ഇങ്ങനത്തെ ബ്രെഡ് ഉണ്ട്. ഇത് നോൺ റോസ്റ്റഡ് ബ്രെഡാണ്, അത് റോസ്റ്റഡ് ബ്രെഡാണ്. ഈ സെക്ഷനിലേക്ക് വരാൻ ഞാൻ മറന്നു പോയിട്ടാ. പിന്നെ ആ കാണുന്ന ഫ്രൂട്ട്സ് ഇല്ല, ആ കുഞ്ഞ് ഒരു ഡെപ്പയ്ക്കകത്തുള്ളത്, അത് നമുക്ക് എടുക്കാട്ടോ വേണം. ഞാൻ ഗൈഡ് പൈസയൊക്കെ തരുന്നു പറഞ്ഞില്ലേ, പറ്റിച്ചു ഗൈസ്. ഇന്നലെ തരുന്നാണ് പറഞ്ഞത്, ഇനി പിന്നെ എപ്പോഴെങ്കിലും തരുമോയെന്നറിയില്ല. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് 200 സംതിങ് സ്റ്റെപ്സ് കയറാനുണ്ട്. ഈശോയെ എന്താണത് കളറടിച്ച് വെച്ചേക്ക് സ്റ്റെപ്പിൽ. അങ്ങ് മണ്ടക്കോട്ട് എന്തോ കുന്തമുണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് സ്റ്റെപ്പ് കയറി നിങ്ങളെല്ലാവരെയും കാണിച്ചു തരാം. എൻ്റെ കാലം മിക്കവാറും ഓടിയും 100% ഉറപ്പാണ്. കണ്ടോ ഗൈസ്, ഇവിടെ എന്തൊക്കെയോ ഡാൻസൊക്കെ കളിക്കണ മാതിരി ഉണ്ട്. ഇവിടെ നോക്കി തോന സ്റ്റെപ്പ്, ഇത് കയറി കഴിഞ്ഞാൽ കാലം ഒടിഞ്ഞ് തെറിഞ്ഞു പോരോ. നോക്കിയേ, അങ്ങ് അറ്റത്താണെങ്കിൽ എന്തോ ഒരു സംഭവം ഉണ്ട്. ഇവിടെ എന്തോ അമ്പലമാണെന്ന് തോന്നുന്നു, ഹിന്ദുക്കളുടെ ഏരിയ എന്ന് തോന്നുന്നു. അല്ല, മലേഷ്യ കൂടുതലും മുസ്ലിംസിൻ്റെ ഏരിയ ആണ്, പക്ഷെ ഇത് ഹിന്ദുക്കളുടെ ഒരു ഇതാന്ന് തോന്നുന്നു. എന്താ കണ്ടോ? അപ്പം എന്തായാലും നമുക്ക് ആ സ്റ്റെപ്പൊക്കെ ഒന്ന് കയറാം ഗൈസ്. ഫോട്ടോ എടുക്കട്ടെ. ഗൈസ് അങ്ങനെ ആ സ്ഥലമൊക്കെ കണ്ടു. ഇപ്പം നമ്മളുള്ളത് കേബിൾ ടൈലാണ്, മറ്റേ കേബിളില്ലേ അതിൻ്റെ പേര് ഞാൻ മറന്നു, എന്തായിരുന്നു, കേബിൾ കാർട്ടിൻ്റെ അവിടെയാണുള്ളത്. 4th ഫ്ലോറിൽ ഇവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ കേബിൾ കാർട്ടുണ്ട്. അപ്പോൾ അവിടെയാണുള്ളത്. അപ്പോൾ കേബിൾ കാർട്ടിലൊക്കെ പോവാം. അവിടെ ഒത്തിരി ഗെയിംസ് ഉണ്ട്. പക്ഷേ ഞാൻ ഗെയിംസൊന്നും കളിക്കുന്നില്ല. എനിക്കൊരു ഉദ്ദേശമുണ്ട് ഗൈസ്. യെസ്, ഇനിയാണ് ഞാനത് റിവീൽ ചെയ്യാൻ പോകുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ മലേഷ്യക്ക് വരാൻ ഒരാഗ്രഹമില്ല. യെസ്, എനിക്ക് മലേഷ്യക്ക് വരാനാകില്ല. ഞാൻ മലേഷ്യക്ക് വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു RC കാർ, ഒരു ഹോബിഗിരി ഡ്രിഫ്റ്റിംഗ് RC കാർ വാങ്ങാനാണ് ഗൈസ്. യെസ്, അത് നടക്കുമെന്ന് എനിക്കറിയില്ല. അതിന് വേണ്ടിയാണ് ഞാൻ മലേഷ്യക്ക് വന്നത് തന്നെ. എനിക്കങ്ങനെ ഇഷ്ടമൊന്നുമില്ല ഗൈസ്. എനിക്ക് തായ്ലാൻഡ് തന്നെ ഇഷ്ടം. മലേഷ്യ അത്ര നല്ലതാക്കുന്നില്ല. ഇവിടെ ഉള്ളവരായിട്ട് വെറുതെ തർക്കത്തിലേക്ക് കഴിഞ്ഞാൽ അവർ കുപ്പിയൊക്കെ എടുത്ത് തലക്കടിയവർ പൊട്ടല്ല. ഇവർക്ക് ഇന്ത്യക്കാരെയും പാകിസ്ഥാൻകാരെയൊന്നും ഇഷ്ടമല്ല. നമ്മളോട് വെറുതെ അടിയുണ്ടാക്കാനൊക്കെ വരും. നമ്മൾ ശരിക്കും പെരുമാറിയില്ലെങ്കിൽ അറിയാണ്ടൊരു കടലാസ് നിലത്ത് വീണാൽ പോലും നല്ല ചീത്തയൊക്കെ. എനിക്ക് അങ്ങനെയൊന്നും ഇഷ്ടമല്ല. നമ്മൾ മലേഷ്യ അവിടെ വന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്, ആ RC കാർ വാങ്ങാം. ആ RC കാറിന് വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ മലേഷ്യക്ക് വന്നത്. എൻ്റെ ആഗ്രഹം അതാണ്. എനിക്കല്ലാണ്ട് ഒരാഗ്രഹവും ഇല്ല മലേഷ്യ വന്ന്, മനസ്സിലായോ? എനിക്ക് എൻ്റെ ആഗ്രഹം മലേഷ്യ വന്നിട്ട് RC കാർ വാങ്ങാം, മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ഗെയിംസ് കാരണം ഒന്നിനും ഒരാഗ്രഹമില്ല എനിക്ക്. കാരണം എനിക്ക് മലേഷ്യ അത്രയൊന്നും ഇഷ്ടമല്ല. അപ്പോൾ നടക്കില്ലെന്നറിയില്ല. നടക്കുകയാണെങ്കിൽ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ എന്തായാലും വരണമായിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കേബിൾ കാർട്ട് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. കേബിൾ കാർട്ടിൽ കയറിയിട്ട് കാണിച്ചുതരാം ഗൈസ്. അങ്ങനെ സ്ഥലത്തെത്തി. ഇപ്പോൾ കേബിൾ കാർട്ടിലേക്കുള്ള ക്യൂ ആണ്. ഇതേ കണ്ട കേബിൾ കാർട്ട് ഗൈസ്, കേബിൾ കാർട്ടിലേക്കുള്ള ക്യൂ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും കേബിൾ കാർട്ടിലേക്ക് കയറണം. ഓക്കെ, കയറണം ഗൈസ്. ഇതാണ് കേബിൾ കാർട്ട്. Soç koga sonra. അയ്യോ
അതിൽ കയറാൻ പോയതാണ്. അവരെ കയ്യിൽ കയറി. അപ്പൊ നമുക്ക് ഇതിൽ കയറാം. അവരെ അതിൽ കയറില്ല. അപ്പൊ നമുക്ക് ഇതിൽ കയറാം. ഇതിലുള്ളതല്ലേ? ഓക്കെ, ഇതിൽ കയറാം. ഇതും പോയി. അപ്പൊ അടുത്തതിൽ കയറാം. എല്ലാം പോയി കഴിച്ചു. നമ്മളപ്പോ കേറിയിട്ടുണ്ട്. ഒരു കിടന്ന് കേറി 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 നമ്മളിപ്പോ കേബിൾ കാറിൽ കയറിയിട്ടുണ്ട്. മൂന്നാറല്ല പാലക്കാട്. നെല്ലിയാമ്പതിയിലുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേബിൾ കാറിൽ കയറുന്നത്. നല്ല രസമുണ്ട്. എന്നാലും മോളിക്കാനാണ് നല്ല രസമുണ്ട് ഗൈസ്. അതിലിതില്ല. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അതിന്റെ മുകളിൽ ഒത്തിരി സാധനങ്ങളുണ്ട് ഗൈസ്. ഇതേ കണ്ട അവിടെ മറ്റേ മെറിഗോ റൗണ്ട് പോലത്തെ സാധനം തോന്നുന്നത്. അല്ലേ മെറിഗോ റൗണ്ട്? എന്തോ റൗണ്ട് പോലത്തെ സാധനം ഉണ്ട് അവിടെ. ഇതുണ്ട് എന്തോ മറ്റേ കറങ്ങാണ സാധനം ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അവിടെ എന്തൊക്കെയുണ്ട്. അവിടെ ഒരു പാർക്കാണ്. ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം. നല്ല രസം കിട്ടാ. താഴേക്ക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മള് നേരെ പടവും. പടാവത്തൊന്നുമില്ല. ആ നേരെ അങ്ങോട്ട് പോത്തുള്ളു. പടാവത്തൊന്നുമില്ല. നല്ല രസം കിട്ടാ ഗൈസ്. സൂപ്പറാണ്. നിങ്ങളൊന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സൂപ്പറാണ് ഗൈസ് ഈ സാധനം. സൂപ്പറാണ്. ഇതിലൂടെ വണ്ടിയൊക്കെ പോണ്ട്. വണ്ടിയുടെ വണ്ടിയെ കൂടെ അല്ലേ വണ്ടിക്കാരൊക്കെ നോക്കുന്നുണ്ട്. ഹായ് മോളിൽ ഇങ്ങനെ പോണ്ടിരിക്കണേ. ഓ ഇത് ഒത്തിരി ഉണ്ട് കേട്ടോ കയറാൻ. അവിടെ ചൈനീസ് ടെമ്പിൾ പോലത്തെ എന്തോ സാധനം ഉണ്ട്. കണ്ടോ ഗൈസ് അവിടെ ചൈനീസ് ടെമ്പിൾ പോലത്തെ കൊട്ടാരം പോലെ ഇങ്ങനത്തെ ഒരു കൊട്ടാരം ഉണ്ട്. ഇത് ചൈനീസ് ടെമ്പിൾ ആയിരിക്കും. നല്ല രസമുണ്ടല്ലേ. ഓക്കെ എന്ത് രസമല്ലേ കാണുന്നത്. 2 റൗണ്ട് പോവാ. അത് അവിടെ നിർത്തുന്നത്. മറ്റേ ടെമ്പിളിലേക്ക് ഇതുപോലെ റോപ്പ് വേണ്ടെങ്കിൽ നേരത്തെ പൊട്ടി കിടക്കണത് മൂവ്. ഓ ഇതിന്റെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണം. ഞാൻ വിചാരിച്ചു ഈ സാധനം നല്ല രസം കിട്ടും ഗൈസ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ചൈനയിൽ ഇതില് ഹൈറ്റ് ആട്ടോ. ഇതൊന്നും അല്ല ഹൈറ്റ്. എത്രയോ ഹൈറ്റിലാണ് ചൈനയില്. നല്ല രസാട്ടോ ഗൈസ്. സൂപ്പർ സാധനമാണ്. നല്ല രസമാണ്. ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇത്ര രസമാണ്. ഞാൻ നിങ്ങൾ പേടിക്കുന്ന വേണ്ട. പൊട്ടൊന്നുമില്ല. പൊട്ടി കഴിഞ്ഞാൽ ഗ്യാരണ്ടി ഒക്കെ തരും. ഓ മൊബൈല് ചാർജ് ചെയ്യാനൊക്കെ സ്പേസ് ഉണ്ട്. നമ്മുടെ മലമ്പുഴയിൽ ഭയങ്കര ഡേഞ്ചറാ. നല്ല രസം. ചെവിയുടെ ഉണ്ടാരെങ്കിലും എന്റെ എപ്പോഴാണ് ബസ് ഇങ്ങോട്ട് എന്റെ ബസ് കയറിയപ്പോ തന്നെ
എന്റെ ബസ് ഇങ്ങനെ കയറ്റം കയറിയില്ലേ അപ്പൊ എന്നെ അടഞ്ഞു. ബസ് കയറ്റി ഒരു ചുരം ഓൾറെഡി അറിയില്ലേ. ഓൾറെഡി കയറ്റല്ലേ നല്ല പൊക്കത്തിലെത്തിയത്. ചൈന ടെമ്പിളാ നമ്മളങ്ങനെ രണ്ടാമത്തെ ചൈന ടെമ്പിളിലെത്തി. ഒരു ചൈന ടെമ്പിൾ അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ യൂട്യൂബില് വരുമോ? അവിടെ വേറെന്തൊക്കെ സാധനങ്ങളുണ്ട്. അവിടെ വേറെന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. ലാൻഡ് ചെയ്യാറായെന്ന് തോന്നുന്നു. ഈ വീടുകളൊക്കെ നോക്കി അല്ലെ സ്റ്റെപ്പുകളല്ലേ. ഓപ്പോ അതിന്റെ മണ്ടക്കോട്ട് എന്ത് വലിയ ബിൽഡിംഗ് നോക്കിയത്. അല്ലല്ല ഇവരെ അവിടെ താമസിക്കാൻ പറ്റുമോ? താമസിക്കാൻ പറ്റുമായിരിക്കും. അവിടെ കോടമഞ്ഞിന്റെ ഇടയില് വലിയൊരു അവിടെ കോടയുടെ ഇടയിൽ ഒരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. ഇറങ്ങാൻ പോവുകയാണ്. ഇവര് ഫ്രണ്ട്സ് ആയിരുന്നു. ഇവര് ഒരുമിച്ച് വർക്ക് ചെയ്താ ഹസ്ബൻഡ്സ്. അപ്പൊ അങ്ങനെ ഇവരായിരുന്നു. പിന്നെ നമ്മളങ്ങനെ ഇറങ്ങാൻ പോവുകയാണ്. ഇനി ഇറങ്ങിയിട്ട് കാണാം. എന്റെ ചെവിയൊക്കെ അടഞ്ഞൊരു പരിവായി. ഇനി ഇറങ്ങിയിട്ട് കാണാം. ഗൈസ് നമ്മളപ്പോ ഇതിന്ന് ഇറങ്ങിയിട്ടുണ്ട്. മിഷീനാട്ടത് അങ്ങനെ നമ്മള് ഇറങ്ങി. ഗൈസ് നമ്മളപ്പോ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്റെ അനിയത്തിയും ഫ്രണ്ടിന്റെ അനിയത്തിയും അവര് വേറെ ഗ്രൂപ്പിലത്തെ ആൾക്കാരാട്ടോ. നമ്മുടെ കൂടെ ഒന്നും നിക്കണില്ല. അവര് വേറെ ഗ്രൂപ്പിലത്തെ ആൾക്കാരാ. അവരുടെ തോന്നിയ ഇഷ്ടത്തിന് പോട്ടെ. നമുക്ക് കാഴ്ചയൊക്കെ കാണാം ഗൈസ്. നല്ല തണുപ്പാട്ടോ. നമ്മള് നല്ല മുകളിലെ കാരണം നല്ല തണുപ്പുണ്ട്. കോടമഞ്ഞും ഉണ്ട് നന്നായിട്ട്. ഞാൻ പുറത്തത്തെ വ്യൂ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. എല്ലാരും പോയോ? ഓ മൈ ഗുഡ്നസ്, നല്ല സ്ഥലമാട്ടത് ഗൈസ്. അങ്ങനെ ഒത്തിരി നേരത്തിന് ശേഷം നമ്മൾ ഇവിടെ എത്തി. ഓ ആ ചൈനീസ് ടെമ്പിൾ ഇല്ലേ ഗൈസ്, അവിടേക്കോട്ട് എത്തിയിട്ടാ. ഒത്തിരി നേരത്തിന് ശേഷം ഇവിടുന്ന് ആ സിറ്റി ഫുള്ള് നോക്കിയ ഗൈസ്. എന്ത് രസമാണ് കാണാൻ. ഒത്തിരി നേരം നടന്നതിന് ശേഷം നമ്മളിവിടെ എത്തിയിട്ടോ. ഇവിടെ ഒരു ടെസ്ല കിടക്കുന്നു കേട്ടോ. ടെസ്ല ഇതുവരെ കാണാത്തവര് കണ്ടോ. അങ്ങനെ ആരും ഉണ്ടാവില്ല. എന്നാലും എനിക്കൊക്കെ ഇങ്ങനത്തെ ഒക്കെ വണ്ടികൾ, സ്പെഷ്യൽ വണ്ടികൾ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അപ്പോൾ ഇവിടെ എത്തി. അമ്മ ഒത്തിരി നമ്മളെന്താ പറയുക വന്നപ്പോൾ ഈ സാധനത്തിൽ വന്നപ്പോൾ ഒരു വെള്ള കളറിൽ ബിൽഡിങ് പോലെ കണ്ടില്ലേ ഗൈസ്. അത് ഫുള്ളും ഈ എലവേറ്റർ ആയിരുന്നു. ആ എലവേറ്റർ ഫുള്ളും ഇറങ്ങി. സൂപ്പറായിരുന്നു. ഓ അവിടെ ഒരു BMW കിടക്കുന്നുണ്ട് ഗൈസ്. കാണാനുണ്ടോ? ഇതേ ഗൈസ് ഒരു BMW ഫാൻസ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പോലീസല്ലാണ്. ഇതേ ഗൈസ് നല്ലൊരു വാട്ടർഫോൾസ്, വെള്ളച്ചാട്ടം, നല്ല വെള്ളച്ചാട്ടം. മീനുകളുണ്ട്. മീനൊന്നുമില്ല, നല്ല വെള്ളച്ചാട്ടം ഗൈസ്. ഇവിടെ ചെറിയൊരു ബാൽക്കണി പോലെ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോയിരിക്കാൻ പറ്റും. അവിടെ ഡേഞ്ചറസ് അല്ലേ. അപ്പോൾ ഇവിടെ എന്തായാലും ഒരു ബാൽക്കണി പോലെ ചെറിയൊരു ഏരിയ ഉണ്ട്. ഇവിടെ ഇങ്ങനെ നല്ല എന്ത് രസമല്ലേ കാണാൻ. ശരിക്കും ചൈനയിൽ എത്തിയാൽ മതി. ഭയങ്കര രസമായിട്ട് ഈ ചൈനീസ് ടെമ്പിളൊക്കെ കാണാൻ. ചൈനയിൽ എത്തിയ പോലെ തോന്നും ഗൈസ്. ഇവിടെ എന്തൊക്കെയോ എഴുത്തൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇവിടെ ഉണ്ട് കൊറേ എഴുത്തുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇവിടെ ഉണ്ട്. ഇനി ഇതിനെ കുറിച്ചുള്ള ഓരോ എഴുത്തുകളാ. ഇങ്ങനെ ഒത്തിരി ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ല വാട്ടർഫോൾ. ഓ ഫോണിൽ നോക്കുമ്പോൾ നല്ല വൃത്തിയിൽ കാണാണ്ട് കഴിച്ചെന്നാലും ഒരു ഷേപ്പ് പോലെ തോന്നുന്നുണ്ട്. പക്ഷെ നേരിട്ട് നോക്കുമ്പോൾ വെറുതെ കുറേ വെള്ളം കമത്തി വയ്ക്കണ പോലെ തോന്നണേ. നല്ല രസമുണ്ട്. ഈ വാട്ടർ ഡ്രോപ്സ് ഒക്കെ ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കാണാനുണ്ട്. നല്ല രസമുണ്ട് എന്തായാലും ഗൈസ്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി Day 3 കാണാം. ബൈ.